أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفلا ينظرون إلى الإبل كيف خلقت അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒട്ടകത്തിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ 21 തവണ ഒട്ടകത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, അവർ നോക്കുന്നില്ലേ ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. ഇവിടെ ഒട്ടകത്തെക്കുറിച്ച് പഠിക്കാനാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒട്ടകത്തെക്കുറിച്ച് പറഞ്ഞത്? ഒന്നാമതായി, ഒട്ടകം അറബികൾക്ക് സുപരിചിതമാണ്. രണ്ടാമത്തെ കാര്യം, മരുഭൂമിയിലെ കപ്പൽ എന്നാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാർ ഒട്ടകത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മരുഭൂമിയോട് ഇണങ്ങിച്ചേരത്തക്ക വിധത്തിൽ ധാരാളം ശാരീരിക പ്രത്യേകതകളുള്ള ജീവിയാണ് ഒട്ടകം. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ ഇവിടെ ഒട്ടകത്തെക്കുറിച്ച് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഒട്ടകത്തിൻ്റെ സവിശേഷതകളെന്ന് നമുക്ക് നോക്കാം. നീളമുള്ള കാൽ. മരുഭൂമിയിലെ ചൂട് അഥവാ ടെറസ്ട്രിയൽ റേഡിയേഷൻ താങ്ങുവാൻ വേണ്ടിയാണ് അള്ളാഹു ഒട്ടകത്തിന് നീളമുള്ള കാല് കൊടുത്തിരിക്കുന്നത്. പാഡഡ് ഫീറ്റ്, അതായത് പൊതിഞ്ഞ പാദങ്ങൾ. ഈ പാദങ്ങൾ ഒട്ടകത്തെ മണലിൽ ഓടാനും നടക്കാനും സജ്ജമാക്കുന്നു. മരുഭൂമിയിലെ മണലിൽ ആഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഒട്ടകത്തിൻ്റെ കാൽപ്പത്തി പൊതിഞ്ഞതായി സൃഷ്ടിച്ചിട്ടുള്ളത്. ശരീരം കട്ടിയുള്ള രോമങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. അന്തരീക്ഷത്തിലെ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഒട്ടകത്തിന് കട്ടിയുള്ള രോമങ്ങൾ നൽകിയിരിക്കുന്നത്. പകൽ സമയത്ത് സൂര്യൻ്റെ ചൂടിൽ നിന്ന് ഇൻസുലേറ്റ് ചെയ്യാനും രാത്രിയിൽ ആ ചൂട് നിലനിർത്താനും ഈ കട്ടിയുള്ള രോമങ്ങൾ സഹായിക്കുന്നു. ഒട്ടകങ്ങൾക്ക് 2 നാസാരന്ധ്രങ്ങളുണ്ട്. അവ മണൽക്കാറ്റിൻ്റെ സമയത്ത് അടക്കും. ഇവ ഒരു അരിപ്പ പോലെ പ്രവർത്തിക്കുന്നു. മരുഭൂമിയിലെ വളരെ നേർത്ത മണൽത്തരികൾ ശ്വാസകോശത്തിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് അവയ്ക്ക് 2 നാസാരന്ധ്രങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചത്. അതായത് വായുവിലുള്ള വളരെ നേർത്ത മണൽത്തരികൾ വരെ അരിച്ചെടുത്ത് ശുദ്ധമായ വായുവാണ് ഒട്ടകങ്ങൾ ശ്വസിക്കുന്നത്. ഒട്ടകങ്ങളുടെ കണ്ണുകൾ കട്ടിയുള്ള പുരികങ്ങളാലും നീണ്ട കൺപീലികളാലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അധികമായി 3ാമതൊരു കൺപോള കൂടി ഒട്ടകത്തിനുണ്ട്. മണൽക്കാറ്റിൻ്റെ സമയത്ത് കണ്ണുകൾ അടച്ചാൽ വ്യക്തമായി കാണാൻ പറ്റുന്ന 3ാമത്തെ അസാധാരണമായ കഴിവും ശക്തിയുമുള്ള കണ്ണുകളാണ് ഒട്ടകങ്ങൾക്കുള്ളത്. അതായത് 2 തരം കൺപോളകൾ. ഒന്ന് സാധാരണ നമ്മുടെയൊക്കെ കൺപോള പോലെ കണ്ണടച്ചാൽ ഒന്നും കാണാത്തതും, എന്നാൽ 2ാമത്തെ കൺപോള മണൽക്കാറ്റ് വരുമ്പോൾ അടച്ചാലും ചുറ്റിലുമുള്ളത് കാണാൻ കഴിയും, എന്നാൽ കണ്ണിൽ പൊടി പാറുകയുമില്ല. അങ്ങനെ മരുഭൂക്കാറ്റിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഈ അധിക കൺപോള. നീളമുള്ള കഴുത്ത്. മരുഭൂമിയിലെ സസ്യങ്ങൾ വളരെ നീളമുള്ളതാണ്. ഇങ്ങനെ ഉയരത്തിലുള്ള സസ്യങ്ങളെ ഭക്ഷണമാക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഒട്ടകത്തിൻ്റെ കഴുത്ത് നീളമുള്ളതാക്കിയത്. വായ, പല്ല്, നാവ് അഥവാ മറ്റു ജന്തുക്കളിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം മുള്ളു നിറഞ്ഞ സസ്യങ്ങളാണ് മരുഭൂമിയിൽ ആഹാരമായിട്ടുണ്ടാവുക. അതുകൊണ്ട് മുറിവ് വരാതിരിക്കാനും അപകടമില്ലാതിരിക്കാനും പാകത്തിലാണ് അതിൻ്റെ ഘടന അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ഹമ്പുകൾ. ഒട്ടകത്തിൻ്റെ മുതുകിൽ 1-2 വലിയ കൂനകളുണ്ട്. ഈ ഹമ്പുകൾ കൊഴുപ്പ് സംഭരിക്കുന്നു. ഭക്ഷണവും വെള്ളവും കിട്ടാതാവുമ്പോൾ ജലമായും ഊർജമായും ഇതിനെ മാറ്റാൻ കഴിയും. ഇത് ഒട്ടകങ്ങൾക്ക് ദിവസങ്ങളോ ആഴ്ചകളോ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും പോകാൻ കഴിയുന്നു. ശരീരത്തിലുടനീളം കൊഴുപ്പ് സംഭരിക്കുന്നത് ഒട്ടകങ്ങളെ അധിക ഇൻസുലേഷൻ ഒഴിവാക്കാൻ സഹായിക്കുന്നു. കഠിനമായ ചൂടിൽ നിന്ന് ശരീരത്തെ തണുപ്പിക്കുന്നു. ഒട്ടകങ്ങൾക്ക് വയറ്റിൽ വെള്ളം സംഭരിക്കുന്നതിനുള്ള അറകളുണ്ട്. മരുഭൂമിയിൽ വെള്ളവും ഭക്ഷണവുമില്ലാതെ ഒട്ടകങ്ങൾക്ക് വളരെ കാലം ജീവിക്കാൻ കഴിയും. സാമാന്യം വലിപ്പമുള്ള ഒട്ടകത്തിന് 3 മിനിറ്റിനുള്ളിൽ 200 ലിറ്റർ വെള്ളം കുടിക്കാൻ കഴിയും. അങ്ങനെ കുടിക്കുമ്പോൾ തന്നെ ആ വെള്ളം ശേഖരിച്ചു വെക്കാൻ പറ്റുന്ന വിധത്തിൽ ആണ് ഈ അറകൾ സംവിധാനിച്ചിരിക്കുന്നത്. ഏകദേശം 3 മാസത്തേക്കുള്ള വെള്ളം ഒട്ടകത്തിന് ഈ രൂപത്തിൽ സംഭരിച്ചു വെക്കാൻ കഴിയും. ഒട്ടകത്തെ മരുഭൂമിയോട് ഇണങ്ങിച്ചേർന്ന രൂപത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് മറ്റു മൃഗങ്ങളെക്കുറിച്ചും ജീവികളെക്കുറിച്ചൊക്കെ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെയും നമുക്ക് വഴിയെ പഠിക്കാവുന്നതാണ്.
ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ, ഇനിയും സൂറത്തുൽ ആശിയ ഓതുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഒട്ടകത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. ആ രൂപത്തിൽ ഖുർആനെ പഠന വിധേയമാക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. വാഹിദ് ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.